നമസ്കാരം. ANN ഈവനിംഗ് എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലേബർ പാർട്ടിയെ അടിമുടി പരിഷ്കരിക്കാൻ ജെർമി കോർബിൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. പാർട്ടിയുടെ നയരൂപീകരണത്തിലും തീരുമാനങ്ങളിലും രജിസ്റ്റേർഡ് അംഗങ്ങൾക്കും അനുഭാവികൾക്കും അഭിപ്രായം അറിയിക്കാൻ അവസരമൊരുക്കും. UK-യിലെ അടിസ്ഥാന പെൻഷൻ തുകയിൽ ഏപ്രിലോടെ വർധന ഉണ്ടാകുമെന്ന് ട്രഷറിയുടെ സ്ഥിരീകരണം. 2.9% വർധനയാണ് നിലവിൽ വരിക. പെൻഷൻ തുക ആഴ്ചയിൽ 119.30 പൗണ്ടായി ഉയരും. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ ആക്രമണം ശക്തമാക്കണമെന്ന് UN. ഇത് സംബന്ധിച്ച പ്രമേയം UN രക്ഷാസമിതി അംഗീകരിച്ചു. UN-ന്റെ നടപടി അന്താരാഷ്ട്ര പിന്തുണയുടെ തെളിവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ. പാരീസിന് പിന്നാലെ ബെൽജിയം തലസ്ഥാനമായ ബ്രസൽസിലും തീവ്രവാദ ആക്രമണ ഭീഷണി. ബ്രസൽസിൽ സുരക്ഷ ശക്തമാക്കി. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ കോർത്തിണക്കി രഹസ്യാന്വേഷണ വിഭാഗവും രൂപീകരിക്കും. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി. ഇന്ത്യയുടെ ഏറ്റവും വലിയ നിക്ഷേപ പങ്കാളിയാണ് ആസിയാനെന്നും നരേന്ദ്രമോദി. ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുമായി മോദി കൂടിക്കാഴ്ച നടത്തി. വേദിയിൽ ഇന്ത്യൻ പതാക തലതിരിച്ചു കെട്ടിയത് വിവാദമായി. പ്രവാസ സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ANNGlobalNews@gmail.com, ആനന്ദ് ന്യൂസ് ഡെസ്ക്@gmail.com എന്നീ ഇമെയിൽ വിലാസങ്ങളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 02085866511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.